കേരളത്തിന്റെ വനസമ്പത്തായ പെരിയാർ ടൈഗർ റിസർവിൽ കാർബൺ ക്രെഡിറ്റ് സ്വന്തമാക്കാനുള്ള പദ്ധതിയുമായി പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷൻ. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നാഷണൽ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷൻ അതോറിറ്റി, ഡൽഹി ആസ്ഥാനമായുള്ള ദി എനർജി ആൻഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷൻ എന്നീ ഏജൻസികൾ ചേർന്നാണ് പദ്ധതി തയ്യാറാക്കിയത്. 3 ഏജൻസികൾ ചേർന്ന് നേരത്തെ ധാരണാപത്രം ഒപ്പിട്ടിരുന്നു. പ്രൊജക്ട് അംഗീകാരത്തിനായി സർക്കാരിന്റെ പരിഗണനയിലാണ്. ജൈവവൈവിധ്യത്തിന്റെ കലവറയായ പെരിയാർ വനമേഖല ഉപയോഗപ്പെടുത്തി അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഏജൻസികളിൽ നിന്ന് കാർബൺ ക്രെഡിറ്റ് നേടാനാകുമെന്നാണ് വിലയിരുത്തൽ. കാർബൺ ക്രെഡിറ്റ് നൽകാൻ പ്രാപ്തമായ ഏജൻസികളെ കണ്ടെത്തുന്ന ചുമതല ദി എനർജി ആൻഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ്. 925 സ്ക്വയർ കിലോമീറ്ററാണ് പെരിയാർ ടൈഗർ റിസർവിന്റെ വിസ്തൃതി. വനത്തിൽ നിന്ന് എത്ര കാർബൺ ക്രെഡിറ്റ് സ്വന്തമാക്കാനാകുമെന്ന് കണക്കാക്കാൻ ബയോമാസ് സർവേയും നടത്തിയിരുന്നു. പെരിയാർ വനമേഖല ഒരു വർഷം 1.90 ലക്ഷം ടൺ കാർബൺ ഡയോക്സൈഡ് സംഭരിച്ച് അന്തരീക്ഷ മലിനീകരണവും താപനവും കുറയ്ക്കുന്നുവെന്നാണ് പ്രാഥമിക പഠനം. 1 ടൺ കാർബൺ ഡയോക്സൈഡ് ഇല്ലാതാക്കുമ്പോൾ $4-5 ലഭ്യമാക്കുമെന്നാണ് നിഗമനം. പ്രൊജക്ട് യാഥാർത്ഥ്യമായാൽ കിട്ടുന്ന പണം വനവുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, വനസംരക്ഷണം, മനുഷ്യമൃഗ സംരക്ഷണം ലഘൂകരിക്കൽ എന്നിവയ്ക്ക് വിനിയോഗിക്കാം. സംസ്ഥാന സർക്കാരിനോ PTCF-നോ ഈ പദ്ധതിയിൽ ചെലവ് വരുന്നില്ല.